ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഇരുട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഇടാൻ എനിക്ക് എന്നിച്ചൊന്നും പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ആ മടി ഞാൻ മാറ്റുന്നത് ഇപ്പം കാണിച്ചു തരാം. ജസ്റ്റ് എൻ്റെ ഗൂഗിളിനകത്ത് ഞാൻ ഗൂഗിളിൽ നിന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ലൈറ്റ് ഓൺ ആക്കാമെന്ന് പറഞ്ഞു നോക്കാം. ഗൂഗിൾ ഓൺ ആക്കില്ല നമുക്ക് നോക്കാം. ഹേ ഗൂഗിൾ പ്ലീസ് സ്വിച്ച് ഓൺ ലൈറ്റ്. Got it. Turning two outlets on. അപ്പം നമ്മുടെ ഗൂഗിളിനോട് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുമെന്ന് നമുക്ക് നോക്കാം. സ്വിച്ച് ഓഫ് ഗൂഗിൾ. Sure. Turning two outlets off. ഓക്കെ, എൻ്റെ സ്റ്റുഡിയോയിൽ ലൈറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ ഒറ്റ ടച്ച് ചെയ്യുമ്പം ടച്ച് മാത്രമല്ല നമ്മൾ സംസാരിച്ചാലും മതി. അത് ഞാൻ എങ്ങനെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോഴത്തേന് കണ്ടല്ലോ 1 2 3 സ്റ്റാർട്ട്. പോയില്ല, ക്യാമറ നോക്കി ടച്ച് ചെയ്തപ്പോഴേ കറക്റ്റ് ടച്ചായില്ല. അപ്പം ഞാൻ ഒന്ന് പറയാം 1 2 3 സ്റ്റാർട്ട്. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഓഫായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം, സ്വിച്ചിലാണ് കാണുന്നത്. വേണ്ട, ഞാൻ ജസ്റ്റ് ഫോണിൽ തന്നെ കാണിച്ചു തരാം. എന്തെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ആപ്ലിക്കേഷനുണ്ട്, വിപ്രോയുടെ ഹോം ആപ്ലിക്കേഷനുണ്ട്. ജസ്റ്റ് എൻ്റെ ഈ ഒരു ബട്ടൺ ഞാൻ നെക്കുമ്പം കണ്ടല്ലോ ലൈറ്റ് വന്നു. നെക്കുമ്പം കറക്റ്റായിട്ട് കൊള്ളുന്നില്ല, ഓഫായി. ഈ ഒരു ലൈറ്റ് മാത്രമേ ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റ് മാത്രമേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബാക്കി ബാക്ക്ഗ്രൗണ്ട് ലൈറ്റൊക്കെ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിൽക്കാം. ടക്ക്, യെസ് വന്നു. ഇതാണ് നമ്മുടെ വിപ്രോയുടെ സ്മാർട്ടായിട്ടുള്ള ഫീച്ചർ. കാരണം നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആകട്ടെ, ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഇപ്പോൾ ടി വി ഓൺ ആക്കുക, ഒരു ഫോൺ കുത്തിയിടുക, അല്ലെങ്കിൽ പല ഡിവൈസ് ഫാൻ ഓൺ ആക്കുക, ജസ്റ്റ് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്തിട്ട് ടി വി ആണെങ്കിൽ ടിവിയുടെ റിമോട്ട് കിടക്കുന്നിടത്ത് വെക്കുക. ആൾക്കാരെ മടിയന്മാരാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് അങ്ങനെ മടിയന്മാരൊന്നും ആകത്തില്ല. ഇതൊക്കെ നമുക്ക് ഇച്ചിരി റെസ്റ്റ്, ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ നേരത്തെ പെട്ടെന്ന് എന്നി സ്വിച്ച് ഇടാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത് എളുപ്പമാണ്. ഫോണിലൊന്നും പറയണ്ട, ജസ്റ്റ് ഫോണിലൊന്നും ടച്ച് ചെയ്യേണ്ടല്ലോ ആവശ്യമില്ല. ജസ്റ്റ് ഗൂഗിൾ അസിസ്റ്റൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പറഞ്ഞാൽ മതി, ഗൂഗിളെ ജസ്റ്റ് ആ ഒരു ലൈറ്റ് ഒന്ന് ഓണാക്കുക, അല്ലെ ടി വി ഒന്ന് ഓണാക്കുമെന്ന് പറഞ്ഞാൽ മതി, ഫുൾ ഓണാക്കി തരും. ഇത് കണ്ടല്ലോ ഞാൻ. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇത് പവർ, എത്രത്തോളം പവർ പോകുമെന്നും ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റും. എത്രത്തോളം കറണ്ട് ഈ ഒരു ഇതേ കുത്തിയൊക്കെ നിനക്ക് വലിച്ചു എന്നും പറയാൻ പറ്റും. വേറെ ലെവലാണ് സംഭവം. പിന്നെ ഫ്രണ്ട്സ് കണ്ടല്ലോ, ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനകത്ത് കുറേ സംഭവം കണ്ടല്ലോ, കുറേ പടം കണ്ടോ. സ്വിച്ച് വൺ അല്ല, അതായത് നമുക്ക് കണക്ട് 1 2 3 പോർഷൻ, 4 പോർഷൻ നമുക്ക് കുത്താൻ പറ്റും. 4 3 പിൻ പോയിൻ്റ് ആണുള്ളത്. അമേരിക്കൻ ടൈപ്പ് പിന്നും കുത്താം, നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് പിന്നും കുത്താം. അതിൽ ഓരോന്നിനും നമുക്ക് എഡിറ്റ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. ഓരോന്നും സെപ്പറേറ്റ്ലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഓരോന്നിന് പേര് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇത് റിയൽമി ടി വി, ഞങ്ങളുടെ ടി വി കണക്ട് ചെയ്തത് ഈ ഒരു സംഭവത്തിലാണ്. ഞാൻ റിയൽമി ടി വി ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്ത് ഇതാണ്, അത് ഓണാക്കണേ, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് ഓരോ സ്വിച്ചിന് നമുക്ക് കസ്റ്റമായിട്ട് എഴുതിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതൊരു നല്ല സംഭവമാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഈ ആപ്ലിക്കേഷൻ. അതായത് ജസ്റ്റ് നിങ്ങൾ വൈഫൈ ഉണ്ടെങ്കിൽ, വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോണിൽ വൈഫൈ ഉണ്ടെങ്കിൽ, വൈഫൈയുമായിട്ടാണ് ഇത് കണക്ഷൻ വരുന്നത്. ഇതിൻ്റെ അകത്ത് വൈഫൈ ഉണ്ട് കേട്ടോ. നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കിട്ടും. അപ്പോൾ അതുമായിട്ടൊന്ന് പെയറിംഗ് മോഡ് ആക്കിയിട്ട് ഫുൾ ഒരു വട്ടത്തിൽ കറങ്ങി പെയർ ആവും. പെയർ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ കോമൺ, അതിൻ്റെ അകത്ത് മാനുവലുണ്ട്. മാനുവലത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കാണാനേ ഉള്ളൂ. പെയർ ആയിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കാണിക്കും, ഡിവൈസ് ആഡായെന്നും പറഞ്ഞിട്ട് കേട്ടല്ലോ ഫ്രണ്ട്സ്. ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഡിവൈസ് ആഡായെന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്വിച്ചിലേക്ക് പോകാൻ പറ്റും. പിന്നെ സ്വിച്ച് ഞാനിപ്പം ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുവരെ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഓൺ ആക്കി ഓഫ് ആക്കുകയും ചെയ്യാം, ഹാൻഡ് ഫ്രീ ആയിട്ട്. ഹാൻഡ് ഫ്രീ എന്ന് പറയുന്നത് പറയാൻ എനിക്ക് വയ്യ, ഞാൻ വെട്ടം കൊണ്ടുവരും, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പറയാം. ഹാൻഡ് ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങും എണ്ണിക്കണ്ട. ഇവിടെ ഫോൺ മിക്കപ്പുറ കയ്യിലും ഫോൺ കാണുമല്ലോ, ഫോൺ കൈ മാത്രം മതി. അഥവാ ഫോണും ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്പല്ല, ഗൂഗിൾ അസിസ്റ്റൻറ്റോട് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. സോ സിമ്പിൾ. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് വിപ്രോ എന്ന് പറയുന്ന ബ്രാൻഡാണ്, അത്യാവശ്യം ഫേമസ് ബ്രാൻഡാണ് ഇലക്ട്രോണിക്സിലെ. അവർക്ക് കുറേ ഡിവൈസസ് ഉണ്ട്. അപ്പം ഇവരുടെ പ്രൈസ് എന്ന് പറയുന്നത് 3000 റുപ്പീസാണ്. ഇതിൻ്റെ സ്മാർട്ടിൻ്റെ 1 ഇയർ വാറണ്ടി തരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ആണെങ്കിൽ വേറെ ലെവൽ ക്വാളിറ്റിയാണ്. നോക്കി, ഞാൻ ഇതിൻ്റെ ഡിവൈസ് വിഷ്വൽസ് കാണിക്കാം. ഇവിടെ ഞാനിപ്പോഴാണ് നമ്മുടെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കണക്ട് ചെയ്യാനായിട്ട് ഈ ലൈറ്റ് കണക്ട് ചെയ്തിട്ടേക്കുവാണ്. പ്രൊട്ടക്ഷൻ സംഭവങ്ങൾ, അകത്തൊരു വൈറ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, പ്രൊട്ടക്ഷൻ, ഇലക്ട്രിസിറ്റി പ്രൊട്ടക്ഷൻ, അതായത് പെട്ടെന്ന് എന്തെങ്കിലും പ്രാണികൾ കൂടി വെക്കാതിരിക്കാനും ഒക്കെ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, വൈറ്റ് പ്രൊട്ടക്ഷൻ. അത്യാവശ്യം കിടിലൻ സാധനമാണ്, ക്വാളിറ്റി വേറെ ലെവലാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും ലിങ്ക്സും എല്ലാം കൊടുത്തേക്കാം. ഈ ഒരു സ്മാർട്ട് എക്സ്റ്റൻഷൻ കേബിളിൻ്റെ യൂസ് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ച് സംസാരിച്ചും, അല്ലാതെ അതാ സംസാരിക്കണമെന്നില്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ എടുത്ത് ടച്ച് ചെയ്തും ഹാൻഡ് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് തന്നെ വേണം കേട്ടോ. അപ്പോൾ വിപ്രോയുടെ ഇതിൻ്റെ ഫുൾ ലിങ്കും വിപ്രോ എങ്ങനെ വാങ്ങിക്കാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാരണ്ടി സംഭവം അടിപൊളിയാണ്, ക്വാളിറ്റി ഒക്കെ വേറെ ലെവലാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ വീഡിയോ വീണ്ടും കാണാം. ഇതുപോലുള്ള സ്മാർട്ട് പ്രോഡക്ട്സിന്റെ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ ഇനി വരാൻ ചാൻസ് ഉണ്ട്. നമ്മളെല്ലാം വെറൈറ്റി ആണോ നോക്കുന്നത്. പുതിയ വീഡിയോ വീണ്ടും കാണാം. എൻ്റെ വിഷ്ണു TTM വോയിസിൽ നിന്നും. See you.